രാമായണ സിനിമയിൽ രാമന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ മുതൽ ട്രെയിലർ റിലീസ് വരെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കേൾക്കുന്ന ചോദ്യം ഇതാണ്: രാമന്റെ വേഷം ചെയ്യാനായിട്ട് വേറെ ആരെയും കിട്ടിയില്ലേ? സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരേപോലെ രൺബീർ കപൂറിന്റെ കാസ്റ്റിംഗിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. നോർത്ത് ഇന്ത്യയിൽ പലരും പറയുന്നത് ഹിന്ദുക്കൾക്ക് അതീവ വിശുദ്ധമായിട്ടുള്ള ശ്രീരാമന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നതിന് രൺബീർ കപൂറിനെ പോലെ ഒരു നടനാകരുത് എന്നാണ്. അദ്ദേഹത്തിന്റെ പഴയ ചില പ്രസ്താവനകളും ബീഫ് കഴിക്കുന്നതിനെ കുറിച്ചുള്ള വിവാദങ്ങളും ആനിമൽ പോലുള്ള സിനിമയിലെ കഥാപാത്രങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അവർ വിമർശിക്കുന്നത്. ജയ് ശ്രീറാം എന്ന് അവർ വിളിക്കുന്ന രാമന് ഇത്തരം ഒരു കഥാപാത്രം യോജിക്കില്ല എന്നതാണ് അവരുടെ വാദം. സൗത്ത് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ വേറെയാണ്. രാമന്റെ കഥാപാത്രത്തിന് കുറച്ച് ഏജ് കൂടിപ്പോയി, അതുകൊണ്ട് കുറച്ച് യുവത്വമുള്ള ആളെ തിരഞ്ഞെടുക്കായിരുന്നു. രൺബീർ കപൂറും സായി പല്ലവിയും തമ്മിൽ ചേരുന്നില്ല, അവർ തമ്മിൽ ഒരു കെമിസ്ട്രി തോന്നുന്നില്ല. രൺബീർ കപൂറിന്റെ മുഖഭാവത്തിലും സ്ക്രീൻ പ്രസൻസിലും രാമനെ കാണുന്നില്ല എന്നാണ് സൗത്ത് ഇന്ത്യയിൽ പലരും വിമർശിക്കുന്നത്. സമീപകാലത്ത് ഒരു സിനിമയുടെ കാസ്റ്റിംഗിനെ മാത്രം അടിസ്ഥാനമാക്കി ഇത്രയും വലിയ വിമർശനങ്ങൾ നേരിട്ട മറ്റൊരു സിനിമ ഉണ്ടാവില്ല. ഏകദേശം 4000 കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ചിത്രമാണ് രാമായണ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളും വലുതാണ്.